നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആരോടും എങ്ങനെ വേണമെങ്കിലും കളിക്കാം, പക്ഷെ കോടതിയോട് ആ കളി അത്ര നടക്കില്ല. ഇത് നമ്മൾ പല കുറി കണ്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ ചർച്ചയാകുന്നതും അത്തരം ഒരു സംഭവ വികാസത്തെക്കുറിച്ചാണ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ നിർദ്ദേശം നൽകേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു. പ്രോസിക്യൂഷൻ അനുമതിയിൽ വ്യവസായ വകുപ്പിന്റെ പുതിയ സെക്രട്ടറി ജൂലൈ 9 തീരുമാനം എടുക്കണം. ഇതിനായി പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജുവിനെയും കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകണമെന്നും ഇല്ലെങ്കിൽ കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഇന്ന് മുഹമ്മദ് ഹനീഷ് കോടതിയിൽ ഹാജരായിരുന്നില്ല. ബഡ്ജറ്റിന്റെ തിരക്കിലാണ് എന്നായിരുന്നു കോടതിയിൽ ഹനീഷ് അറിയിച്ചത്. പ്രതികൾക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ അനുമതിയിൽ ഇനി സമയം അനുവദിക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കി. തന്ത്രങ്ങൾ കോടതിയോട് വേണ്ടെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഹാജരാകണം, ഇല്ലെങ്കിൽ കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരും. ജൂലൈ 9 പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്നും നിർദ്ദേശം നൽകി. ഇനി സമയം അനുവദിക്കാനാവില്ല, പ്രോസിക്യൂഷൻ അനുമതി നൽകിയില്ലെങ്കിൽ കോടതിയലക്ഷ്യം നേരിടേണ്ടി വരുമെന്നാണ് ഹൈക്കോടതി മുന്നറിയിപ്പ്. അറസ്റ്റ് അടക്കമുള്ള നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി. വിദേശത്ത് നിന്ന് അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ 500 കോടിയുടെ അഴിമതി CBI കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ആർ ചന്ദ്രശേഖർ, MD KA രതീഷ് IASനെയും വിചാരണ നടത്താൻ അനുമതി നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് നടപ്പാക്കാത്തതിനാൽ മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചത്. അഴിമതി കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന വിശദീകരണം. എന്നാൽ CBI അഴിമതി കണ്ടെത്തിയ ഒരു കേസിൽ എങ്ങനെയാണ് അഴിമതി നടന്നിട്ടില്ല എന്ന് ഒരു ഉദ്യോഗസ്ഥന് പറയാനാവുക എന്ന് ചോദിച്ചാണ് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത്. CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നത് വീണ്ടും പരിഗണിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു മുഹമ്മദ് ഹനീഷ് നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. നേരത്തെ ഈ സിംഗിൾ ബെഞ്ച് മുൻപാകെ നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശത്തിൽ ഡിവിഷൻ ബെഞ്ച് ഇളവ് നൽകിയിരുന്നു. 2006-2015 കാലഘട്ടത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ കോടികളുടെ അഴിമതിയും ഫണ്ട് ദുരുപയോഗവും നടന്നുവെന്നായിരുന്നു CBIയുടെ കണ്ടെത്തൽ. കേസിൽ മുഖ്യപ്രതികളായ കോർപ്പറേഷൻ മുൻ ചെയർമാനും INTUC നേതാവുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBI അനുമതി നേടിയെങ്കിലും കഴിഞ്ഞ ഇടതു സർക്കാർ ഇതിന് അനുമതി നൽകിയില്ല. നടപടിക്രമങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ മാത്രമാണ് CBI കണ്ടെത്തിയിട്ടുള്ളതെന്നും ഈ സാഹചര്യത്തിൽ അനുമതി നൽകാനാവില്ല എന്നുമായിരുന്നു സർക്കാരിന്റെ നിലപാട്. കൂടാതെ പരാതിക്കാരനായ കടകംപള്ളി മനോജ് കോടതിയലക്ഷ്യ ഹർജിയുമായി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. VD സതീശൻ സർക്കാരിന്റെ നിലപാടും സമാനമാകുമോ എന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം.